നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഗോൾ അടിച്ചിരിക്കുന്നത് കെ സുരേന്ദ്രനാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി അനധികൃതമായി 60,000-ഓളം വോട്ടുകൾ ചേർത്തുവന്ന കോൺഗ്രസിൻ്റെയും ഇടതുമുന്നണിയുടെയും ആരോപണത്തിനെതിരെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് കാര്യമായി ഒന്നും പറയാനോ പ്രതികരിക്കാനോ ഉണ്ടായില്ല. അക്ഷരാർത്ഥത്തിൽ അവിടെ സുരേഷ് ഗോപി ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലെത്തിയിരുന്നു. അപ്പോഴാണ് കെ സുരേന്ദ്രൻ ചാടി വീണ് അദ്ദേഹം സുരേഷ് ഗോപിയെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, കോൺഗ്രസിനെയും CPM-നെയും മലർത്തി അടിക്കുകയും ചെയ്തു. 60,000-ഓളം വോട്ടുകൾ അനധികൃതമായി BJP വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ, അതും ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടി, പിന്നെ നിങ്ങളൊക്കെ പോയി തൂങ്ങിച്ചാകടെ എന്നാണ് CPM-നോടും കോൺഗ്രസിനോടും സുരേന്ദ്രൻജി പറഞ്ഞത്. കാരണം ഞങ്ങൾ 60,000 വോട്ട് അനധികൃതമായി ചേർത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കേണ്ട ജോലിയായിരുന്നു നിങ്ങളുടെ. അതൊന്നും അപ്പോൾ കണ്ടുപിടിക്കാൻ കഴിയാതെ ഇപ്പോൾ കിടന്ന് വലിയ വായിലെ നിലവിളിക്കുന്ന എന്തിനാണെന്നും കഴിവില്ലെങ്കിൽ പോയി തൂങ്ങിച്ചാകാനുമെന്നുള്ള കെ സുരേന്ദ്രന്റെ മറുപടി നല്ല ക്ലാസ് മറുപടി ആയിട്ടാണ് ഇപ്പോൾ മാധ്യമവൃത്തങ്ങളിലാകെ അറിയപ്പെടുന്നത്. ഇതോടുകൂടി സുരേഷ് ഗോപിക്ക് ഒന്ന് അനക്കം വയ്ക്കുകയും ചെയ്തു. സുരേഷ് ഗോപിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടായപ്പോൾ BJP സംസ്ഥാന നേതൃത്വം അതിനോട് പ്രതികരിക്കാതെ പതിയെ തലവലിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നാൽ കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും രംഗത്തിറങ്ങി സുരേഷ് ഗോപിയെ പ്രതിരോധിക്കാൻ തയ്യാറായതോടെ കളം മാറുകയായിരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഒന്ന് ഇറങ്ങി നടക്കാൻ പറ്റിയത് പോലും BJP-യിൽ ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ എതിരാളികളെന്ന് വിളിക്കപ്പെട്ടിരുന്ന കെ സുരേന്ദ്രൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും ശക്തമായ പ്രതികരണത്തിന് ശേഷമായിരുന്നു. BJP സംസ്ഥാന നേതൃത്വം, രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള BJP സംസ്ഥാന നേതൃത്വം സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കുന്നതിൽ നിന്നും ഒന്ന് പതിയെ പിന്നോക്കം ചവിട്ടിയിരിക്കുമ്പോഴാണ് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും ഒക്കെ ചാടി രംഗത്ത് വീണ് സുരേഷ് ഗോപിയെ സംരക്ഷിച്ചതും അദ്ദേഹത്തിന് വേണ്ടി പ്രതികരിച്ചതും. ഇത് BJP-യിൽ ചില സമവാക്യങ്ങൾ വീണ്ടും രൂപപ്പെടുത്തുന്നു എന്നുള്ള തോന്നൽ ഉളവാക്കിയിട്ടുണ്ട്. ഏതായാലും സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാതെ ഇരുന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഒരു ഭാഗം BJP-ക്കാർ കടുത്ത അസംതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. കേരളത്തിൽ BJP-യുടെ ഏക MP ആയ സുരേഷ് ഗോപിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയല്ല സംസ്ഥാന അധ്യക്ഷൻ ചെയ്യേണ്ടിയിരുന്നതെന്നാണ് ഇവർ പറയുന്നത്. തക്ക സമയം നോക്കി ഇപ്പോൾ യാതൊരു ചുമതലകളും ഇല്ലാതിരുന്ന കെ സുരേന്ദ്രൻ ചാടി വീഴുകയും CPM-നെയും കോൺഗ്രസിനുമൊക്കെ നിലംപരിശാക്കുകയും ചെയ്തത് കണ്ടുപഠിക്കാനാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനോട് BJP-യിലെ സുരേന്ദ്രൻ അനുകൂലികളും സുരേഷ് ഗോപി അനുകൂലികളും പറയുന്നത്. നേരത്തെ സുരേഷ് ഗോപിയും സുരേന്ദ്രനും രണ്ടു വഴിക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു അത്യാപത്ത് വരുമ്പോഴാണല്ലോ സുഹൃത്തിൻ്റെ സഹായം വേണ്ടി വരിക. സുരേഷ് ഗോപിക്ക് ഒരു ആപത്ത് വന്നപ്പോൾ താനാണ് സുഹൃത്ത് എന്ന് പറഞ്ഞ് ചാടി വീണ് അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു സാക്ഷാൽ കെ സുരേന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിനെതിരെ നടക്കുന്ന നീക്കങ്ങൾക്ക് കെ സുരേന്ദ്രനൊപ്പം സുരേഷ് ഗോപിയും ഉണ്ടാകും, ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. BJP-യിലെ പുതിയ സമവാക്യങ്ങളിൽ സുരേഷ് ഗോപിക്കൊപ്പമാണ് കെ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തുടങ്ങിയ ആളുകൾ എന്നത് അത്ര നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ച് BJP രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് ഇവർ 3 പേരും ഒരുമിച്ച് നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നന്നായി അറിയാം.